ഹായ് സ്റ്റുഡൻസ്, വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഈ ലോക്ക്ഡൗൺ പീരീഡൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററൊക്കെ കഴിഞ്ഞ് ഇൻറ്റേർണൽ എക്സാംസ് എല്ലാം നടത്തി കഴിഞ്ഞ് നിങ്ങൾ സെക്കൻഡ് ഇയറിലേക്ക് ആയിരിക്കുകയാണ്. ഇപ്പോൾ ആസ് പെർ യൂണിവേഴ്സിറ്റി പറഞ്ഞതുപോലെ നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ് ഓൺലൈനിലായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ രണ്ടാമത്തെ പീരീഡാണ് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാം. സിജോ സാറാണ് ഞങ്ങൾ ഗ്രാഫിക്സ് പഠിപ്പിച്ച സാർ തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ തേർഡ് സെമസ്റ്ററിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ പേപ്പറാണ് ഹാൻഡിൽ ചെയ്യണത്. ആ സബ്ജക്റ്റിൻ്റെ കോഡാണ് MET 203. സബ്ജക്റ്റ് നെയിം മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡാണ് സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതിൽ മൊഡ്യൂൾ 1 ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നും കൂടി പറയുകയെ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എന്നാണ് ഞങ്ങൾക്ക് പേര് പറഞ്ഞിരിക്കുന്നത്. ഇത് മുൻപ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇതിൻ്റെ പേരും ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്നായിരുന്നു ഈ സബ്ജക്റ്റിൻ്റെ പേര്. എന്തായാലും നിങ്ങൾ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഫുള്ളായിട്ടൊന്ന് ഇൻവോൾവ് ആവുകയാണ് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ്, ദാറ്റ് ഈസ് തേർഡ് സെമസ്റ്റർ ഓൺവേർഡ്സ്. അപ്പോൾ അതിൽ ഈ തേർഡ് സെമസ്റ്ററിൽ വൺ ഓഫ് ദ കോർ പേപ്പറാണ്, അതായത് നമ്മുടെ കോർ ബ്രാഞ്ച് ആയിട്ട് നമ്മളെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ബ്രാഞ്ച് ആയിട്ടുള്ളൊരു പേപ്പറാണ് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്. ഈസി സബ്ജക്റ്റാണ്. കുറേ അനലിറ്റിക്കൽ പ്രോബ്ലംസ്, ഡെറിവേഷൻസും തിയറിയും എല്ലാം കൂടിയുള്ള ഒരു മിക്സറാണ്. ബട്ട് ഈസിയാണ്. നല്ല കോൺസെപ്റ്റ് വൈസ് ഒക്കെ ഫ്ലൂയിഡും ആ കോൺസെപ്റ്റൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് നല്ലൊരു പഠിക്കേണ്ട ഒരു മൈൻഡ് സെറ്റോടുകൂടി ഇരിക്കുക. ഓക്കെ, അധികം ഞാൻ ഒരുപാട് പറഞ്ഞു നിൽക്കില്ല, ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളത് ഈ ഫ്ലൂയിഡ്സിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ്. അതെന്താണെന്നുള്ളത് നമുക്ക് ഈ ക്ലാസ് എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പോവാം. ഓക്കെ, സോ ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത് എന്താണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുക. അതായത് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞല്ലോ, അതാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് കൂടി പറയുന്നു പറഞ്ഞു. സോ വി ക്യാൻ സേ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇസ് ദാറ്റ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ആസ് വെൽ ആസ് ഇൻ മോഷൻ. അതായത് ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. അത് ഡീൽ ചെയ്യണത് ഫ്ലൂയിഡിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് ഡീൽ ചെയ്യണ ഒരു സയൻസ് ആണ് ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് ഈ ഫ്ലൂയിഡിൻ്റെ ഡീൽ ചെയ്യണത്? ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുമ്പോഴും മോഷനിലിരിക്കുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്, ആ ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കുകയാണ്. ഓക്കെ, സയൻറ്റിഫിക്കലി സ്റ്റഡി ചെയ്യുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡ്സും ആവാം, ഗ്യാസസും ആവാം. ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ബേസിക്കലി നമ്മൾ തിങ്ക് ചെയ്യണ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വെള്ളം, വാട്ടർ, ഈ ഓയിൽ, കെറോസിൻ, പെട്രോൾ, ഇതൊക്കെ ഫ്ലൂയിഡ്. ഓഫ് കോഴ്സ് അതൊക്കെ ഫ്ലൂയിഡാണ്. ബട്ട് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്യാസും ആവാം, വേപ്പേഴ്സ് ആവാം, എയർ, അതും ഒരു ഫ്ലൂയിഡാണ്. ഇപ്പോൾ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണത്? ലിക്വിഡ്സും ആവാം, ഗ്യാസസും ആവാം. ക്ലിയർ അല്ലേ? ബട്ട് നമ്മൾ ഈ സബ്ജക്റ്റിൽ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ലിക്വിഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് പഠിക്കുന്നത്. ഓൺലി ലിക്വിഡ്സ്, അതായത് വാട്ടർ ആവാം, വാട്ടറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് മേജറായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സബ്ജക്റ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഇനി ഫ്ലൂയിഡ് എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് വാട്ടർ റിലേറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ കാണുള്ളൂ. ക്ലിയർ? അപ്പോൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു ഫ്ലൂയിഡിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുന്നതാണ്. എപ്പോഴൊക്കെ? അറ്റ് റെസ്റ്റ് ആസ് വെൽ ആസ് ഇൻ മോഷൻ. ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുമ്പോഴും മോഷനിലിരിക്കുമ്പോഴും ആ ഫ്ലൂയിഡിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ് സ്റ്റഡി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് എന്തെന്ന് പറയണത്? ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയണത്. അത് ഈ ബ്രാഞ്ച് ഓഫ് സയൻസിനെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ്, ഡയനാമിക്സ് എന്ന് പറഞ്ഞിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്ലൂയിഡ് മെക്കാനിക്സിനെ ഇപ്പോൾ സ്റ്റഡിയിങ് അറ്റ് റെസ്റ്റ് ആസ് വെൽ ആസ് മോഷൻ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ് അറ്റ് സ്റ്റാറ്റിക്, കൈനമാറ്റിക്സ്, ഡയനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്റ്റാറ്റിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്. നമ്മൾ ഫ്ലൂയിഡിനെ സ്റ്റഡി ചെയ്യുകയാണ്, ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കുകയാണ്. എങ്ങനെ ആ ഫ്ലൂയിഡ് റെസ്റ്റിലിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? റെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്?
ഒന്നും മോഷൻ ഇല്ലാതെ ഇരിക്കുന്ന സമയം. മോഷൻ ഇല്ലാതെ അതിന് എക്സാമ്പിൾ എന്താ പറയുക, നമ്മളുടെ പോണ്ട് അല്ലേ, കുളത്തിൽ എന്താ സംഭവിക്കുന്നത്, വെള്ളം ഇങ്ങനെ ഓരോ ഏരിയയിൽ അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയ അല്ലേ, ഇങ്ങനെ സ്റ്റോറായിട്ട് വെള്ളം ഒരു സ്ഥലത്തേക്ക് സ്റ്റോറായിട്ട് നിൽക്കുകയാണ്. ആ വെള്ളം ഒഴുകുണ്ടോ, കണ്ടിന്യൂസ് ഫ്ലോ ഉണ്ടോ ആ വെള്ളത്തിലേക്ക്, ഇന്ന ഔട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഇല്ല, ഒരു സ്ഥലത്ത് കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിനെന്താണ്, മോഷൻ ഇല്ല, അവിടെയുള്ള ആ ഫ്ലൂയിഡിന് മോഷൻ ഇല്ല. കാര്യം മനസ്സിലാവുണ്ടല്ലോ, നോ മൂവ്മെൻറ്റ്, അതാണ് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ അല്ലേ, അവിടെ തന്നെ കെട്ടി നിൽക്കുകയാണ്, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബീക്കർ എടുത്തു, ബീക്കറിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബീക്കറിലുള്ള വെള്ളം എന്താണ്, ഫ്ലൂയിഡായിട്ട് റെസ്റ്റ് ആണ്. കാരണം ആ ബീക്കറിലുള്ള വെള്ളത്തിന് മൂവ്മെൻ്റ് ഇല്ല, മോഷൻ ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ഒരു പൈപ്പ് തുറന്നിട്ടിട്ടുണ്ട്. പൈപ്പ് തുറക്കുമ്പോൾ എന്താ സംഭവിക്കുക, പൈപ്പിലൂടെ വെള്ളം ഫ്ലോ ഒഴുകുണ്ടാവും അല്ലേ. ആ ഫ്ലൂയിഡ് നമുക്ക് എന്തെന്ന് പറയാം, അത് മോഷനുള്ള ഫ്ലൂയിഡാണ്. അപ്പോൾ അത് സ്റ്റാറ്റിക് ആവുമോ? സ്റ്റാറ്റിക് ആവില്ല അല്ലേ. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എന്താണ് സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ്. ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കുകയാണ് എപ്പോൾ, ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റിലുണ്ടാകുമ്പോൾ. ഫ്ലൂയിഡ് റെസ്റ്റ് കണ്ടീഷനിലിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി കൈനമാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്. അതെന്താണെന്ന് പറയാം. അതായത് സ്റ്റഡി ഓഫ് ഫ്ലൂയിഡ്സ് ഇൻ മോഷൻ വെർ പ്രഷർ ഫോഴ്സസ് ആർ നോട്ട് കൺസിഡേർഡ് ഈസ് കോൾഡ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അതായത് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഏത് കണ്ടീഷനിലുള്ളത്, ഫ്ലൂയിഡ് മോഷനിലിരിക്കുമ്പോഴാണ്. മോഷൻ അതായത് ഫ്ലൂയിഡ് ഒഴുകുന്നുണ്ട്, മൂവ്മെൻ്റ് ഉണ്ട്. ഫ്ലൂയിഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കണ ഇനിയാണ് എന്ത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രഷർ ഫോഴ്സസിനെ കൺസിഡർ ചെയ്യണില്ല. അതായത് ഇപ്പം ഞാൻ പൈപ്പ് തുറക്കുമ്പോൾ പൈപ്പിലൂടെ വെള്ളം ഒഴുകുന്നുണ്ട് അല്ലേ, ആ ഒഴുകി താഴോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഒഴുകാൻ കാരണമായിട്ടുള്ള ഫോഴ്സസ് ഉണ്ടാവുമല്ലോ അല്ലേ, ഫോഴ്സ് കുറേ എന്തെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അവിടെ ആക്ട് ചെയ്ത ഫോഴ്സസ് കാരണമായിരിക്കും ആ വെള്ളം ഒഴുകുണ്ടാവുക. ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കും അത് ഒഴുകുണ്ടാവുക. അപ്പോൾ ആ ഫോഴ്സ് ഏത് കാരണത്താൽ, എന്തൊക്കെ കാരണം കൊണ്ടുള്ള ഫോഴ്സ് കൊണ്ടാണ് ആ ഫ്ലൂയിഡ് ഒഴുകിയത് എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണില്ല, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്യണില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പ്രഷർ ഫോഴ്സസ് ആർ നോട്ട് കൺസിഡേർഡ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു വെള്ളം ഒഴുകുകയാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒഴുകുകയാണ്, അല്ലെങ്കിൽ ലിക്വിഡ് ഒഴുകുന്ന ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പഠനമാണ്. പക്ഷേ ആ ഫ്ലൂയിഡ് ഒഴുകാനായിട്ട് കാരണമായിട്ടുള്ള ഫോഴ്സസ് ഉണ്ടല്ലോ, പ്രഷർ ഫോഴ്സസ് ഉണ്ടല്ലോ, ആ പ്രഷർ ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണില്ല, കൺസിഡർ ചെയ്യണില്ല. ക്ലിയർ? ആ സ്റ്റഡീനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായല്ലോ, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് ഫ്ലൂയിഡ് മോഷനെ കുറിച്ചുള്ള സ്റ്റഡി തന്നെയാണ്. അവിടെ നമ്മൾ പ്രഷർ ഫോഴ്സസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനെന്തെന്ന് പറയും, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയും. കാര്യം മനസ്സിലായല്ലോ. ആദ്യം പറഞ്ഞ എന്താണ്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ആണ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലൂയിഡ്സ് അറ്റ് റെസ്റ്റ് ആണ്. അതായത് നമ്മളൊരു ബീക്കറിൽ എടുത്ത ഒരു ബീക്കറിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിനെ കുറിച്ച് ആ ബീക്കറിലുള്ള വെള്ളത്തിനെ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നത്, നിങ്ങൾ വേണമെങ്കിൽ ആ ബീക്കറിലുള്ള വെള്ളം എടുത്ത് താഴേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ എന്താണ്, ആ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ ആ വെള്ളം ഒഴുകാൻ കാരണമായിട്ടുള്ള പ്രഷർ ഫോഴ്സസ് ഉണ്ടാവും. ആ പ്രഷർ ഫോഴ്സസിന് നമ്മൾ എന്ത് ചെയ്യണില്ല, കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അതേ ബീക്കറിലുള്ള വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ അവിടെ ആ വെള്ളം ഇങ്ങനെ ഒഴുകാൻ കാരണമായിട്ടുള്ള പ്രഷർ ഫോഴ്സസ് ഉണ്ടാവും. ആ പ്രഷർ ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്തു, കൺസിഡർ ചെയ്തു. അതിനെയാണ് എന്തെന്ന് പറയുക, ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന് പറയുക. ക്ലിയർ? ഓക്കെ, ഐ ഹോപ്പ് ഓൾ ക്ലിയർ ആണെന്ന് വിചാരിക്കണോ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കണോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഇതെന്താണ്, ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്താണെന്ന് പറഞ്ഞു. ആ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് എന്നുള്ള കാര്യം പറഞ്ഞു. ദെൻ ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്താണെന്നും ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്താണെന്നും ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്താണെന്നും പറഞ്ഞു. ഇനി എന്താണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്, ജസ്റ്റ് സിംപിളി ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചോദിക്കാം. ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫൈൻ ചെയ്യും. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസ് ആണ്,
അതെന്താണ്? വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഫ്ലോയിങ്. ഒഴുകാൻ കഴിയുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അല്ലേ അതിൻ്റെ ക്ലാസിഫൈ ചെയ്ത് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ജനറലി നമുക്ക് ക്ലാസിഫൈ ചെയ്ത് എന്ത് പറയുക? ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, വേപ്പർ ഉണ്ട്. ലിക്വിഡ്, ഗ്യാസ്, വേപ്പറൊക്കെ എന്താണ്? ഫ്ലൂയിഡാണ്. ക്ലിയർ അല്ലേ? അല്ലേ? അതായത് നമ്മളുടെ അടുത്ത് ഇപ്പോൾ ലിക്വിഡിൻ്റെ ഫോമാണ്. ലിക്വിഡിന് ഒരു ജനറൽ എക്സാമ്പിൾ ആയിട്ടുള്ളതാണ് എന്ത്? നമ്മൾ വാട്ടർ എന്താണ്? വാട്ടർ ഒരു സബ്സ്റ്റൻസ് ആണ്. അതെന്താണ്? ഒഴുകും. നമ്മളിങ്ങനെ ഒരു കപ്പിൽ എടുത്തു അല്ലെങ്കിൽ ബീക്കറിൽ വെള്ളം എടുത്തു അതിനിങ്ങനെ പോർ ചെയ്യുകയാണെങ്കിൽ അത് ഫ്ലോ ചെയ്യും. അല്ലേ? ഫ്ലോ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒഴുകണ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതിനെയാണ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. ഗ്യാസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എയർ ആണ്. നമ്മളൊരു ബലൂണിൽ എയർ ഊതി നിറച്ചു. ദെൻ ആ ബലൂണ് നമ്മൾ നിറച്ചതിനെ റിലീസ് ചെയ്ത് വിടുമ്പോൾ അതിലൂടെ എയർ പുറത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അതും ഒഴുകുകയാണ്, എയർ ഫ്ലോ ചെയ്യുകയാണ്. അല്ലേ? അതേപോലെ തന്നെ വേപ്പർ എന്ന് പറയുമ്പോൾ എന്താ? ജനറലായിട്ട് നമ്മൾ പറയാൻ എന്താണ്? നമ്മൾ വാട്ടർ ബോയിൽ ചെയ്യുകയാണ്. അല്ലേ? ബോയിൽ ചെയ്യുമ്പോൾ എന്താണ്? ആ ബോയിലിംഗ് പോയിന്റ് കഴിയുമ്പോൾ വേപ്പേഴ്സ് അതിൽ നിന്നിങ്ങനെ വരും. ആ വേപ്പേഴ്സ് എന്താണ്? നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് അതിങ്ങനെ പാറിപ്പോവാണ് ചെയ്യുക. ആ പാറിപ്പോണതിനാണ് എന്ത് പറയണം? ഫ്ലോയിങ് എന്ന് പറയുന്നത്. അല്ലേ? അത് ഫ്ലോ ചെയ്യാണ്, വേപ്പർ ഫ്ലോ ചെയ്യാണ് ടു ദ അറ്റ്മോസ്ഫിയറിലേക്ക്, അത് ഫ്ലോ ചെയ്ത് പോവാണ്. അല്ലേ? അപ്പോൾ അതിനെയാണ് എന്ത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സിംപിളി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഫ്ലോയിങ്. ഒഴുകാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ളത് അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ദെൻ വേറൊരു ഡെഫിനേഷനും കൂടിയുണ്ട് ഫ്ലൂയിഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഒക്യുപ്പൈ ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ശരിയല്ലേ? അതായത് നമുക്കൊരു ഫ്ലൂയിഡിനെ കണ്ടെയ്ൻ ചെയ്ത് വെക്കാൻ അല്ലെങ്കിൽ ഫ്ലൂയിഡിനെ ഒഴിച്ച് എടുത്ത് വെക്കാനുള്ളൊരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എന്താണോ ആ ഷേപ്പിലേക്ക് ഫ്ലൂയിഡ് ഫോം ആവും. ശരിയല്ലേ? നമ്മളിപ്പോൾ ബോട്ടിലുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, പല ഷേപ്പിലുള്ള വാട്ടർ ബോട്ടിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഏത് ഷേപ്പിലുള്ള വാട്ടർ ബോട്ടിലും നമ്മൾ വാട്ടർ ഒഴിച്ച് കഴിഞ്ഞാൽ ആ വാട്ടർ ആ ബോട്ടിലിൻ്റെ ഷേപ്പിൽ അനുസരിച്ചിട്ടല്ലേ ആ ബോട്ടിലിനകത്ത് വെള്ളം നിൽക്കുക. ശരിയല്ലേ? എന്ന് വെച്ചാൽ എന്താണ്? അത് ഏതാണോ ഷേപ്പ്, ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിലോട്ട് എന്ത് ആയി? നമ്മുടെ ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ അഡ്ജസ്റ്റ് ആയി എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ ഒരു ഡെഫിനേഷനും കൂടിയുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഐ ഹോപ്പ് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻട്രൊഡക്ഷനാണ് ഫ്ലൂയിഡിനെ കുറിച്ചുള്ളത് കഴിഞ്ഞത്, ഫ്ലൂയിഡ് മെക്കാനിക്സ് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച്. ഇനി നമുക്ക് കണ്ടിന്യൂം കോൺസെപ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. കണ്ടിന്യൂം കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന്. ഈ കണ്ടിന്യൂം കോൺസെപ്റ്റ് എന്ന് പറയണത് മെയിനായിട്ട് പറയണത് ഒരു ഫ്ലൂയിഡിൻ്റെ ബിഹേവിയർ തന്നെയാണ് സ്റ്റഡി ചെയ്യുകയാണ് വിത്തൗട്ട് റിഗാർഡിങ് ഇറ്റ്സ് ആറ്റോമിക് മോളിക്കുലർ സ്ട്രക്ചർ. ആ ഫ്ലൂയിഡിൻ്റെ ആറ്റോമിക് മോളിക്കുലർ സ്ട്രക്ചർ ഇല്ലാതെ നമ്മൾ ആ ഫ്ലൂയിഡിനെ സ്റ്റഡി ചെയ്യുകയാണ്. അതിനെയാണ് എന്ത്? ഈ കണ്ടിന്യൂം വി പോയിൻ്റ് എന്ന് പറയണത്. അതായത് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചു സെക്കൻഡ് സെമസ്റ്ററിൽ. അതിൽ നിങ്ങൾ കുറേ ടി സെക്ഷൻ, ഐ സെക്ഷൻ എന്ന് പറഞ്ഞ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. അതെന്താണ് ടി സെക്ഷൻ, ഐ സെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സോളിഡ് അല്ലേ? സോളിഡ് പാർട്ടല്ലേ അത്? അല്ലേ? അതാണ് ഇവിടെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പോയിന്റ്, ദ മേജർ ആസ്പെക്ട് ഓഫ് ഫ്ലൂയിഡ് മെക്കാനിക്സ് വിച്ച് ഡിഫർ ഫ്രം സോളിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. സോളിഡ് മെക്കാനിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചില്ലേ, അതിൻ്റെ അടുത്ത പാർട്ടാണ് എന്ത്? ഈ സോളിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഈ സോളിഡ് മെക്കാനിക്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? എന്തായിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവുക? നമ്മൾ ഇൻഡിവിജ്വൽ ബോഡീസാണ്, ഓരോ ബോഡീസാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഐ സെക്ഷൻ, ടി സെക്ഷൻ എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ എന്താണ്? ഒരു മാസ് ഉണ്ടാവും അല്ലേ? അതിനൊരു നോൺ മാസ്, അറിയുന്നൊരു മാസ് ഉണ്ടാവും. ബട്ട് ഇൻ കേസ് ഓഫ് നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ എന്താണ് നമ്മൾ ഫ്രീക്വൻ്റ്ലി കൺസിഡർ ചെയ്യുന്നത്? എന്താണ്? വിത്ത് ദ ബിഹേവിയർ ഓഫ് കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ആണ്. വിച്ച് മീൻസ് ഫ്ലൂയിഡ് എന്താണ്? കണ്ടിന്യൂസ് ആണ് അല്ലേ? അതിന് എൻഡോ ബിഗിനിങ്ങോ ഉണ്ടോ? ഇല്ല, വിത്തൗട്ട് എനി ബിഗിനിങ് ഓർ എൻഡാണ്. കാരണം ഇതൊരു സോളിഡ് നോൺ മാസ് എന്ന് പറയാനില്ല. നമ്മൾ വാട്ടർ എടുത്തു, വാട്ടർ ഇങ്ങനെ ഒഴിക്കുമ്പോൾ പോർ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒഴുകുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്ട്രീമാണ്. ഓക്കെ, സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ആണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആ കോൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂം കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. എന്താണ് കണ്ടിന്യൂം എന്ന് ചോദിച്ചാൽ മനസ്സിലാക്കണം. കണ്ടിന്യൂസ് ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടിന്യൂം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ കേസിലായതുകൊണ്ട് കണ്ടിന്യൂം കോൺസെപ്റ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയും. ഇസ് ഇറ്റ് ക്ലിയർ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ ലെറ്റ്സ് മൂവ് ടു ദ അതർ ടോപ്പിക്. അതർ ടോപ്പിക്കാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
പ്രോപ്പർട്ടീസ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിൽ കുറച്ചധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് നമുക്ക് ഡീൽ ചെയ്യാം. ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ ക്യൂബ് പഠിച്ചിട്ടുള്ളതല്ലേ? ഗ്രാഫിക്സിൽ നമ്മൾ ക്യൂബ് പഠിച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഞാൻ ക്യൂബ് വരയ്ക്കാൻ നോക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ ലോക്ക്ഡൗണൊക്കെ ആയി ഇരിക്കുകയല്ല, അതുകൊണ്ട് ഫോണിൽ നിന്നാണുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ജസ്റ്റ് ഇമാജിൻ ഇറ്റ്സ് എ ക്യൂബ്. ഓക്കെ, ക്യൂബിൻ്റെ ഡയമെൻഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്യുക 1 മീറ്റർ ആണെന്ന് ഇമാജിൻ ചെയ്യുക. 1 മീറ്റർ. ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ഫേസസ് ആണ് ഉണ്ടാവുക. അതിൽ എല്ലാ ഫേസും ഈക്വൽ ലെങ്ത്തും ഡയമെൻഷൻ ആയിരിക്കും. 1 മീറ്ററുള്ള ക്യൂബാണെന്ന് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ഈ ഡെൻസിറ്റി പറയാനായിട്ടാണ് ഞാനിവിടെ ഈ ഒരു ക്യൂബ് കാണിച്ചിട്ടുള്ളത്. ക്യൂബിൻ്റെ ഡയമെൻഷൻ 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എങ്കിലും ഞാൻ പറയാണ്. ഡെൻസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് റോയാണ്. റോ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഡെൻസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണത് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യണത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: റേഷ്യോ ഓഫ് മാസ് ഓഫ് എ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. ഓക്കെ, ടു ഇറ്റ്സ് വോളിയം. മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഡെൻസിറ്റിനെ പറയുന്ന വേറൊരു പേരാണ് മാസ് ഡെൻസിറ്റി എന്ന് പറയും. ക്ലിയർ അല്ലേ? മാസ് ഡെൻസിറ്റി എന്ന് പറയും. ഇനി ഞാൻ ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതായത് മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ക്യൂബ് കൺസിഡർ ചെയ്തു. ക്യൂബിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? 1 മീറ്റർ ആണ്. 1 മീറ്റർ ഡയമെൻഷനുള്ള ഞാനൊരു ക്യൂബ് കൺസിഡർ ചെയ്തു. ഈ ക്യൂബിനകത്ത് ഞാനൊരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുകയാണ്. ഈ 1 മീറ്റർ ക്യൂബിനകത്ത് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫ്ലൂയിഡ് ഫുള്ളി ഫില്ല് ചെയ്തു. അതായത് ഇതുവരെയും മുഴുവനായിട്ട് ഫില്ല് ചെയ്തു എന്ന് ഇമാജിൻ ചെയ്യുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 മീറ്റർ ക്യൂബിനകത്ത് ഞാൻ ഫില്ല് ചെയ്ത ഫ്ലൂയിഡിന് ഒരു മാസ് ഉണ്ടാവില്ലേ? അല്ലേ? ഞാനൊരു ക്യൂബ് എടുത്തു, 1 മീറ്റർ സൈസിലുള്ള ക്യൂബ് എടുത്തു. ആ ക്യൂബിനകത്ത് ഞാൻ ഫുള്ളായിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഫ്ലൂയിഡ് ഞാൻ ഫില്ല് ചെയ്തു. ദെൻ ആ ക്യൂബിൻ്റെ മാസ് നോക്കുകയാണ്. അപ്പോൾ എനിക്കൊരു സെർട്ടൻ മാസ് കിട്ടും. ശരിയല്ലേ? ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാൻ ക്യൂബിൻ്റെ കാര്യം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമ്മൾ ഈ ഡെഫിനിഷൻ പറഞ്ഞത് എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയമാണ്. അപ്പോൾ മാത്തമെറ്റിക്കലി എനിക്ക് എങ്ങനെ എഴുതാം? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണ്. വിച്ച് മീൻസ് മാസ് ബൈ വോളിയം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മാസ് പെർ വോളിയം ആണ്, അല്ലേ? മാസ് പെർ വോളിയം എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഈ ക്യൂബിനകത്ത് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ ഫില്ല് ചെയ്തത് വാട്ടർ ആണെന്നിരിക്കട്ടെ. വാട്ടർ ആകുമ്പോൾ ഈ 1 മീറ്റർ ഡയമെൻഷനുള്ള ക്യൂബിൽ 1 മീറ്റർ ക്യൂബിൽ, അല്ലേ? ഇവിടെ പെർ വോളിയം ആണ്. പെർ വോളിയം എന്ന് പറഞ്ഞാൽ പെർ യൂണിറ്റ് വോളിയമാണ്. അതായത് 1 മീറ്റർ ആണ്. 1 മീറ്റർ ക്യൂബാണ് ഉദ്ദേശിച്ചത്. ഇതിനകത്ത് ഞാൻ ഫില്ല് ചെയ്തത് വാട്ടർ ആണെങ്കിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഈ ക്യൂബിനെ, വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള ക്യൂബിനെ എൻ്റെ മാസ് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1000 ആണ്. അതായത് 1 മീറ്റർ ഡയമെൻഷനുള്ള ക്യൂബിനകത്ത് ഞാൻ വാട്ടർ പോർ ചെയ്യുമ്പോൾ ആ വാട്ടർ എത്ര കെ ജി, മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. നമുക്കറിയാം. എത്ര കെ ജി ഓഫ് വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്നതാണ് പറയുന്നത്? 1000 kg ഓഫ് വാട്ടർ ഒക്യുപ്പൈ ചെയ്യുന്നതാണ് പറയുന്നത്. കാര്യം മനസ്സിലായോ? അതേപോലെ ഞാൻ ഈ 1 മീറ്റർ ക്യൂബിനകത്ത് ഞാൻ മെർക്കുറിയാണ് ഫില്ല് ചെയ്യണതെങ്കിൽ മെർക്കുറി ഇതിനകത്ത് എത്ര kg ഓഫ് മാസ് ഒക്യുപ്പൈ ചെയ്യുന്ന അറിയോ? ഓക്കെ, 13,600 kg ഓഫ് മാസ് ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. കാര്യം മനസ്സിലായോ? അതായത് സിംപ്ലി നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ, 1 മീറ്റർ ഡയമെൻഷനുള്ള ക്യൂബ് എടുക്കുകയാണെങ്കിൽ ആ ക്യൂബിനകത്ത് നമ്മൾ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ ഒക്യുപ്പൈ അല്ലെങ്കിൽ അതിനെ ഫില്ല് ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡ്, നമ്മൾ എടുത്തിരിക്കുന്ന ഫ്ലൂയിഡ് അതേതും ആവാം. വാട്ടർ ആവാം, മെർക്കുറി ആവാം, പെട്രോൾ ആവാം, ഡീസൽ ആവാം, എക്സെട്ര. അത് എത്ര മാസ് ഓഫ് ഫ്ലൂയിഡാണ് അതിനകത്ത് ഒക്യുപ്പൈ ചെയ്യുക
എന്നുള്ളതിനാണ് എന്തെന്ന് പറയണത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് എത്ര മാസ് എന്നുള്ളത് പെർ വോളിയമാണ്, എത്ര യൂണിറ്റ് വോളിയമാണ്, അതായത് 1 മീറ്റർ ക്യൂബാണ്. ഓക്കെ, 1 മീറ്റർ ക്യൂബിനകത്ത് എത്ര മാസ് ഓഫ് ഫ്ലൂയിഡ് ഒക്യുപ്പൈ ചെയ്യും എന്നുള്ളതിനാണ് എന്തെന്ന് പറയുന്നത്, ഡെൻസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഈ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താ വരിക, മാസ് ബൈ വോളിയം അല്ല ഡെൻസിറ്റി. മാസിൻ്റെ യൂണിറ്റ് എന്താണ്, കിലോഗ്രാം ആണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ ക്യൂബാണ്. സോ വി ക്യാൻ റൈറ്റ് എന്ത്, kg/മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ? ഇനി ഇതാ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് എന്താ, വാട്ടറിൻ്റെ ജനറലി നമുക്ക് വാട്ടറാണ് അറിയേണ്ടത് അല്ലേ. വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ വാല്യൂ എത്രയാണെന്നാണ്. അത് gram/cm³ എന്ന് പറയാം, kg/മീറ്റർ ക്യൂബ് എന്ന് പറയാം. നമുക്ക് വേണ്ടത് എന്താണ്, kg/മീറ്റർ ക്യൂബ് എന്നാണ് അല്ലേ. SI യൂണിറ്റ് എന്നാൽ kg/മീറ്റർ ക്യൂബ്. ഈ kg/മീറ്റർ ക്യൂബ് എങ്ങനെ കിട്ടി, 1000 എങ്ങനെ കിട്ടി എന്നുള്ളത് മനസ്സിലായോ? അതാണ് ഞാൻ ഈ ക്യൂബ് വെച്ച് പറഞ്ഞത്. വാട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 മീറ്റർ ക്യൂബിൽ പെർ മീറ്റർ ക്യൂബാണ്. പെർ മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ പെർ യൂണിറ്റ് മീറ്റർ ക്യൂബാണ്, 1 മീറ്റർ ക്യൂബാണ്. അതാണ് ഞാൻ ഇവിടെ 1 മീറ്റർ എന്ന് കാണിച്ചു. ക്യൂബിൻ്റെ സൈസ് 1 മീറ്റർ ആണ്. 1 എന്ന് പറയുമ്പോൾ എല്ലാം ക്യൂബിൻ്റെ പ്രത്യേകത എന്താ, എല്ലാം ഈക്വൽ ആണ്, ഈക്വൽ സൈഡും ഈക്വൽ ലെങ്ത്തും ആണ്. അപ്പോൾ ഈ 1 മീറ്റർ ക്യൂബിനകത്ത് ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ മാസ് എത്രയായിരിക്കും എന്നാണ് പറയണത്, 1000 ആയിരിക്കും എന്നാണ് പറയണത്. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, ഈ വെള്ളത്തിന് പകരം ഞാൻ ഈ 1 മീറ്റർ ക്യൂബിനകത്ത് മെർക്കുറിയാണ് നിറച്ചതെങ്കിൽ മെർക്കുറിയുടെ മാസ് എത്രയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്, 13,600 ആണ്. അതായത് 13,600 kg മാസാണ് ഒക്യുപ്പൈ ചെയ്യുക. ക്ലിയർ? ഇതേപോലെ ഇനിയിപ്പോൾ പെട്രോൾ ആണെന്നിരിക്കട്ടെ അല്ലേ, നിങ്ങളെല്ലാവരും വണ്ടിയുള്ള ആൾക്കാരാണ്, പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെട്രോൾ പമ്പിൽ അവിടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും അല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്രയായിരിക്കും പെട്രോളിൻ്റെ ഡെൻസിറ്റി, എത്രയായിരിക്കും? ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക, 730 ആയിരിക്കും എന്ത്, പെട്രോളിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ ഈ 1 മീറ്റർ ക്യൂബിനകത്ത് പെട്രോളാണ് ഞാൻ ഇതിനകത്ത് നിറയ്ക്കണതെങ്കിൽ എത്ര kg ഓഫ് പെട്രോൾ ആയിരിക്കും 1 മീറ്റർ ക്യൂബിനകത്ത് ഒക്യുപ്പൈ ചെയ്യുക, 730 kg ആയിരിക്കും ഒക്യുപ്പൈ ചെയ്യുക. ക്ലിയർ? നേരെ മറിച്ച് ഡീസലാണ് എടുക്കുന്നതെങ്കിൽ ഡീസലിൻ്റെ ഡെൻസിറ്റി 830 ആണ്. ഓക്കെ, 830 kg/മീറ്റർ ക്യൂബാണ്. എന്ന് പറയുമ്പോൾ എന്താണ്, ഈ 1 മീറ്റർ ക്യൂബിനകത്ത് ഞാൻ ഡീസൽ നിറയ്ക്കുകയാണെങ്കിൽ, ഫില്ല് ചെയ്യുകയാണെങ്കിൽ എത്ര kg ഓഫ് ഡീസലാണ് അതിനകത്ത് കൊള്ളുക, 830 kg ഓഫ് ഡീസലാണ് കൊള്ളുക. ഓക്കെ, കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, മാസാണ്, മാസിൻ്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. കിലോഗ്രാമും വെയിറ്റും തമ്മിൽ തെറ്റിപ്പോകരുത്. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ന്യൂട്ടൺ ആണ്. വെയിറ്റ് എപ്പോഴും നമ്മൾ എന്തിലാണ് പറയുക, ന്യൂട്ടണിലാണ് പറയുക. മാസ് എപ്പോഴും എന്താണ്, കിലോഗ്രാമിലാണ് പറയുക. ക്ലിയർ? ഐ ഹോപ്പ് ഫസ്റ്റ് പ്രോപ്പർട്ടി എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നുണ്ട്. അതായത് ഡെൻസിറ്റി, പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്സിലെ ആദ്യത്തെ ഒന്നാണ് എന്ത്, ഡെൻസിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, സിംപ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, മാസ് ബൈ വോളിയം ആണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, kg/മീറ്റർ ക്യൂബാണ്. ഓക്കെ, ക്ലിയർ? ലെറ്റ്സ് മൂവ് ടു ദ അനദർ പ്രോപ്പർട്ടി, സ്പെസിഫിക് വെയിറ്റ്. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് ആണ് അടുത്ത പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വെയിറ്റ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഡയറക്റ്റ് ഡെഫിനിഷൻ പറയാം. നമ്മൾ ഡെൻസിറ്റി പഠിച്ചു, ഡെൻസിറ്റിയുടെ വേറെ പേരെന്താ പറഞ്ഞത്, മാസ് ഡെൻസിറ്റി എന്നാണ് പറഞ്ഞത് അല്ലേ. സ്പെസിഫിക് വെയിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ W എന്ന് കൊടുക്കും. സ്മോൾ ലെറ്റർ W എന്ന് കൊടുക്കാറുണ്ട്, ഗാമ എന്നും കൊടുക്കാറുണ്ട്. ഗാമ എന്നുള്ള ലെറ്ററും സ്പെസിഫിക് വെയിറ്റിനെ ഡിനോട്ട് ചെയ്യാണ്ട് നമുക്കിത് സിമ്പിളായിട്ട് W എന്നുള്ളത് പഠിക്കാം. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ് ഈസ് നത്തിങ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ വെയിറ്റ് ബൈ വോളിയം ആണ്. അതായത് ഒരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ടു ഇറ്റ്സ് വോളിയം, വെയിറ്റ് ബൈ വോളിയം, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഞാൻ എന്തെന്ന് പറയുന്നത്, സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താ പഠിച്ചത്, മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു. അതിന് പകരം എന്താണ് ഇവിടെ, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. അതാണ് എന്ത്, സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത്. സോ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ, W, അതായത് W ആണ് എന്ത്, സ്പെസിഫിക് വെയിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. W ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് നമുക്ക്, ഇതെങ്ങനെ ഞാൻ എന്താ പറയുക, ഫിസിക്കലി എങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം അല്ലേ. ഒരു ക്യൂബ് എടുക്കുകയാണ്, ഞാനിവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ ഈ ക്യൂബ് കൺസിഡർ ചെയ്യുകയാണ്. ഈ ക്യൂബിനകത്ത് ഞാൻ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുകയാണ്. ഫില്ല് ചെയ്യുമ്പോൾ 1 മീറ്റർ ക്യൂബിനകത്ത് എത്ര വെയിറ്റ് ഓഫ് ഫ്ലൂയിഡാണ് ഒക്യുപ്പൈ ചെയ്യുക, കാര്യം മനസ്സിലായ അല്ലേ. ഡെൻസിറ്റിയിൽ നമ്മൾ മാസ് അല്ലേ പറഞ്ഞത്, സ്പെസിഫിക് വെയിറ്റ് ആകുമ്പോൾ എന്താണ്, വെയിറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ. അതായത് വെയിറ്റ്, ഇപ്പോൾ വാട്ടർ എടുക്കുകയാണെങ്കിൽ ഒരു മീറ്റർ ക്യൂബ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒക്യുപ്പൈ ചെയ്യണ വെയിറ്റ് ഓഫ് വാട്ടർ എത്രയായിരിക്കും എന്നാണ്. വെയിറ്റ് എങ്ങനെ കാണാം, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്,
വെയിറ്റിന് നമുക്ക് എങ്ങനെ ചെയ്താൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ഇൻറ്റു ഗ്രാവിറ്റി ആണ് എന്ത് വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. സോ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് നമുക്ക് എങ്ങനെ എഴുതാം മാസ് ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം. ഹോൾ ഡിവൈഡഡ് ബൈ എന്താണ് ഇത് ഈ വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ ലെറ്റേഴ്സിൽ എഴുതുമ്പോൾ മാസിന് എം കൊടുക്കും ഗ്രാവിറ്റിക്ക് എന്ത് കൊടുക്കും ജി എന്ന് കൊടുക്കും വോളിയത്തിന് വി എന്ന് കൊടുത്തു. ക്ലിയർ. ദെൻ അതിന് ഇവരിവിടെ റോ ജി എന്ന് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് റോ ജി എന്ന് എഴുതിയതെന്ന് അറിയോ? എങ്ങനെയായിരിക്കും ഒരു റോ ജി എന്ന് എഴുതിയിട്ടുണ്ടാവുക അല്ലേ? ഇവിടെ മാസ് ഉണ്ട്, ഇവിടെ മാസ് ബൈ വോളിയം ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ മാസ് ബൈ വോളിയം ഉണ്ട്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ആണ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. നമ്മളിതാ ഇവിടെ പഠിച്ചു അല്ലേ? മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തത്? അപ്ലൈ ചെയ്തത്. കാര്യം മനസ്സിലായോ? അപ്പോൾ മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണെന്ന് അറിയാം. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് മാസ് ബൈ വോളിയം നമ്മൾ എന്തെന്ന് കൊടുത്തു? റോ എന്ന് കൊടുത്തു. അപ്പോൾ എന്തെന്ന് ചെയ്താൽ റോ ഇൻറ്റു ജി എന്നല്ലേ വരിക? ദാറ്റ് ഈസ് റോ ജി. ക്ലിയർ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. എം ഇൻറ്റു ജി ബൈ വി എന്നുണ്ട്. അതിൽ എം വി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡെൻസിറ്റി ആണെന്നറിയാം. സോ വി ക്യാൻ റൈറ്റ് റോ ജി. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റോ ജി ആണ്. ക്ലിയർ? ഇനി സ്പെസിഫിക് വെയിറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. അതെങ്ങനെ എഴുതുക? വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് അല്ലേ? വെയിറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഒരു ഫിസിക്കൽ മീനിങ് പറഞ്ഞു വന്നത്, നമ്മളൊരു 1 മീറ്റർ ക്യൂബ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഞാൻ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ ആ വെള്ളം എത്ര വെയിറ്റ് ഓഫ് എത്ര വെയിറ്റ് ആയിരിക്കും, വെയിറ്റ് ഓഫ് വാട്ടർ ആണ് ആ 1 മീറ്റർ ക്യൂബിനകത്ത് ഓക്യുപ്പൈ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെ കാണുക? റോ ഇൻറ്റു ജി എന്നല്ലേ പറഞ്ഞു അല്ലേ? റോ ഇൻറ്റു ജി ആണ്. റോ ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ നോട്ട് റോ ഇൻറ്റു ജി, റോ ഇൻറ്റു ജി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സ്പെസിഫിക് വെയിറ്റ് കിട്ടും. നേരെ മറിച്ച് വെയിറ്റ് ആണ് വേണ്ടതെങ്കിൽ എന്താണ്? മാസ് ഓഫ് ഫ്ലൂയിഡ് അറിയണം. ആ ഫ്ലൂയിഡിൻ്റെ മാസ് എത്രയാണെന്ന് അറിയണം. പക്ഷേ ഇപ്പോൾ മാസ് തന്നിട്ടുണ്ടാവും ഒരു 1000 ആണ് അല്ലേ? എത്ര മാസ് ആയിരിക്കും എക്യുപ്പൈ ചെയ്യുക 1 മീറ്റർ ക്യൂബിൽ? വാട്ടർ ആണെങ്കിൽ 1000 ആണ്. അപ്പോൾ 1000 ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? 9.81 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെയിറ്റ് കിട്ടും. അതുപോലെ വാട്ടർ ആയിക്കോട്ടെ, മെർക്കുറി ആയിക്കോട്ടെ, പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, എക്സെട്ര ആയിക്കോട്ടെ. ക്ലിയർ അല്ലേ? ഓക്കെ. സ്പെസിഫിക് വെയിറ്റ്. ഇനി അതേപോലെയുള്ള വേറൊരു പ്രോപ്പർട്ടിയാണ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ഇവിടെ ശ്രദ്ധിക്കണം, ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വി ആണ്. സ്മോൾ ലെറ്റർ വി ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ വി ആണ് സ്പെസിഫിക് വോളിയത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക. സ്പെസിഫിക് വോളിയത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: വോളിയം പെർ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് ആണ്. അതായത് സ്പെസിഫിക് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഇസ് ഡിഫൈൻഡ് ആസ് വോളിയം ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ. വോളിയം ഓഫ് ഫ്ലൂയിഡ് പെർ യൂണിറ്റ് മാസ് ഓഫ് ഫ്ലൂയിഡ് ഞാനെന്ത്? സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോൾ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ എന്താണ്? സ്പെസിഫിക് വോളിയം സ്മോൾ ലെറ്റർ വി ആണെന്ന് ഞാൻ പറഞ്ഞു. വി ഈക്വൽ ടു എന്താണ്? വോളിയം ഓഫ് ഫ്ലൂയിഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് അല്ലേ? ഈ വോളിയം ഓഫ് ഫ്ലൂയിഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1 ഡിവൈഡഡ് ബൈ ഈ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഞാൻ താഴെ കൊണ്ടുപോവാണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് എഴുതിക്കൂടെ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? ഇവിടെ നോക്കുക, ഇവിടെ 1 ഹോൾ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ്. മാസ് ഓഫ് ഫ്ലൂയിഡ് ബൈ വോളിയം ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഡെൻസിറ്റി ആണ് അല്ലേ? ഇപ്പോൾ റോ എന്ന് കൊടുക്കുക, 1 ബൈ റോ. ഇതിനെയാണ് എന്ത്? സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കൽ മീനിങ് ഇതിൻ്റെ പറയുകയാണെങ്കിൽ നമുക്കൊരു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ. ആ പെർ മാസ് ഓഫ് ഫ്ലൂയിഡ്, ഒരു മാസ് ഓഫ് ഫ്ലൂയിഡിൽ എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പറയണത്. ഓക്കെ. ഇപ്പോൾ പെർ മാസ്, ഇപ്പോൾ ഒരു kg ഓഫ് മാസിൽ എത്ര വോളിയം ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവും എന്നാണ് എന്ത്? ഈ സ്പെസിഫിക് വോളിയം പറയണത്, സ്പെസിഫൈ ചെയ്തിട്ട് ഓക്കെ പറയണത്. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ എഴുതുമ്പോൾ 1 ബൈ റോ എന്ന് നമുക്ക് മാത്തമാറ്റിക്കലി കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പോൾ ആസ് പെർ ഡെഫിനിഷൻ നമുക്ക് എഴുതാം സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ബൈ മാസ് ആണെന്ന് എഴുതാം. സോ അതിനെ 1 ബൈ മാസ് ബൈ വോളിയം എന്ന് എഴുതാം. മാസ് ബൈ വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ആണെന്ന് അറിയാം. സോ വി ക്യാൻ റൈറ്റ് 1 ബൈ റോ. ദിസ് ഈസ് അവർ ഇക്വേഷൻ. ഇപ്പോൾ 1 ബൈ റോ ആണ് സ്പെസിഫിക് വോളിയം എന്ന് ആയതുകൊണ്ട് അതെന്താണ്? റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി അല്ല സ്പെസിഫിക് വോളിയം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയും കൂടി പറയാം: സ്പെസിഫിക് വോളിയം ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി എന്നും പറയാം. ക്ലിയർ അല്ലേ?
റെസിപ്രോക്കൽ ഓഫ് ഡെൻസിറ്റി. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താ പറയുക? വോളിയം ബൈ മാസ് അല്ലേ? വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് ആണ്. മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കെ ജി ആണ്. സോ മീറ്റർ ക്യൂബ് പെർ കെ ജി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ്. ഈ ഒരു പ്രോപ്പർട്ടിയോട് ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. റേഷ്യോ ആണ് എന്തിൻ്റെ? ഡെൻസിറ്റി ആവാം, വെയ്റ്റ് ഡെൻസിറ്റി. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സോറി, സ്പെസിഫിക് വെയ്റ്റ് അല്ലേ? സ്പെസിഫിക് വെയ്റ്റ് പറഞ്ഞല്ലോ. സ്പെസിഫിക് വെയ്റ്റിനെ പറയണ വേറൊരു പേരാണെന്ത്? വെയ്റ്റ് ഡെൻസിറ്റി കേട്ടോ. സ്പെസിഫിക് വെയ്റ്റിനെ പറയണ വേറൊരു പേരാണെന്ത്? വെയ്റ്റ് ഡെൻസിറ്റി. ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിയിലേക്ക് പോവാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ്. റേഷ്യോ ആണ് എന്തിൻ്റെയൊക്കെ? ഡെൻസിറ്റിയുടെ റേഷ്യോ ആണ്. ഡെൻസിറ്റി ആവാം, വെയ്റ്റ് ഡെൻസിറ്റി ആവാം. ഡെൻസിറ്റി ആവാം, വെയ്റ്റ് ഡെൻസിറ്റി ആവാം. റേഷ്യോ ആണ് എങ്ങനെ? ഒരു ഫ്ലൂയിഡിൻ്റെയും റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓർ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ദ ഡെൻസിറ്റി ഓർ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. കാര്യം മനസ്സിലാവുണ്ടോ? ഞാൻ ഡയറക്റ്റ് മാത്തമാറ്റിക്കലി പറയുക. സ്പെസിഫിക് ഗ്രാവിറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്. വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് അല്ലെങ്കിൽ വിച്ച് ഈസ് റിട്ടൺ ആസ് വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയും. ഓക്കെ, ഈ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്താണെന്ന് അറിയണ്ടേ? ഓക്കെ, നമ്മൾ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ, അത് റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, വെള്ളം. ഓക്കെ, വെള്ളമാണ്. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ഫ്ലൂയിഡ് ഇപ്പോൾ പെട്രോൾ ആണെന്നിരിക്കട്ടെ അല്ലേ? അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കാണണമെങ്കിൽ ഡെൻസിറ്റി ഓഫ് പെട്രോൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡീസൽ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും എഴുതുന്നുണ്ടാവുക? ഡെൻസിറ്റി ഓഫ് ഡീസൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ മേലെയുള്ള ന്യൂമറേറ്റർ ഇങ്ങനെ മാറും, പക്ഷേ ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ടറാണ്. ഓക്കെ, ലിക്വിഡിൻ്റെ കേസിലാണ്. ഓക്കെ, ലിക്വിഡിൻ്റെ കേസിലാണ് നമ്മൾ എന്ത് എടുക്കുക? സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്തായിട്ട് എടുക്കുന്നത്? വാട്ടർ എടുക്കണം. സപ്പോസ് നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ കേസാണെന്ന് ഇരിക്കട്ടെ, ഗ്യാസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഏതാ? സ്റ്റാൻഡേർഡ് ഗ്യാസ് ഏതാ? എയർ ആണ്. കാര്യം മനസ്സിലായ? ഓർത്ത് വയ്ക്കുക, എയർ ആണ് എന്ത്? ഗ്യാസിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ക്ലിയർ? ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. ഫോർ ലിക്വിഡ്സ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഈസ് ടേക്കൺ വാട്ടർ, ഫോർ ഗ്യാസസ് ദ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഈസ് ടേക്കൺ എയർ. ഓക്കെ, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓൾസോ കോൾഡ് എന്താണ്? റിലേറ്റീവ് ഡെൻസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദ്യങ്ങളിൽ തരിക. ചിലപ്പോൾ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലത്തിൽ ചിലപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റിനെ നമ്മൾ പറയുന്ന വേറെ പേരാണെന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. ഡയമെൻഷൻസ് ഇല്ല. ഓക്കെ, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആകുമ്പോൾ എന്തില്ല? ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ എന്താണ്? യൂണിറ്റ് ലെസ് ആണിത്, യൂണിറ്റ് ഇല്ല. കാരണം എന്താ? കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണ്? സെയിം ആണ് അല്ലേ? ഡെൻസിറ്റി ആണെങ്കിൽ ഇവിടെയും ഡെൻസിറ്റിയാണ്, വെയ്റ്റ് ഡെൻസിറ്റി ആണെങ്കിൽ ഇവിടെയും വെയ്റ്റ് ഡെൻസിറ്റിയാണ്. കാര്യം മനസ്സിലായ? ക്ലിയർ? ഇനി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇവിടെ ഒരു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കാണണം. ഒരു ലിക്വിഡിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? പ്രോബ്ലം ഇല്ല, ഇതിൽ തന്നെ എഴുതുന്നതാണ്. ഇപ്പോൾ വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്, ഫ്ലൂയിഡ് പോലെ ലിക്വിഡ് വെയ്റ്റ് ഡെൻസിറ്റി, ഇവിടെ ഡെൻസിറ്റി എഴുതി വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈക്വൽ ടു എന്താണ്? എസ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. ഇതെന്താണ്? ഈ ഡിനോമിനേറ്ററുള്ള സാധനം എന്താണ്? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അല്ല, സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്താണ്? വാട്ടറാണ്. വാട്ടറിൻ്റെ വെയ്റ്റ് ഡെൻസിറ്റി. അപ്പോൾ വെയ്റ്റ് ഡെൻസിറ്റി കാണണമെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞു സ്പെസിഫിക് വെയ്റ്റിൻ്റെ കേസിൽ എഴുതിയതാണ്. എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു എന്താണ്? 9.81 ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഡെൻസിറ്റി അല്ല, വെയ്റ്റ് ഡെൻസിറ്റി കാണണമെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? റോ ജി എന്നല്ലേ പറഞ്ഞത് അല്ലേ? റോ എന്താണ്? ഡെൻസിറ്റി ഇൻറ്റു ജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? വെയ്റ്റ് ഡെൻസിറ്റി കിട്ടും. ഇനിയിപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ് ചോദ്യങ്ങളിൽ കാണാൻ പറയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് മാത്രം എടുക്കണു. ദെൻ ഇവിടെ എസ് ഉണ്ടാവും, സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ടാവും. ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡിനെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്താണ്? 1000 ആണ്, 1000 kg/m³. ക്ലിയർ അല്ലേ? ദെൻ ദ വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 13.6 എന്നാണ് പറയണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ
അതായത് വാല്യൂ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 എന്ന് പറഞ്ഞു. അതെങ്ങനെ കാണുമെന്ന് വെച്ചാൽ ഇപ്പം ഞാനിവിടെ പറഞ്ഞുതരാം. എസ് ഒരു പ്രോബ്ലം സിംപ്ലി വർക്കൗട്ട് ചെയ്യും. എസ് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് വിച്ച് ഈസ് ഈക്വൽ ടു വെയ്റ്റ് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഡെൻസിറ്റിയുടെ എടുക്കുക, അതാണ് എളുപ്പം. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇപ്പോൾ മെർക്കുറിയുടെയാണ് വേണ്ടതെങ്കിൽ മെർക്കുറിയുടെ ഡെൻസിറ്റി എത്രയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് 13,600 ആണ്, അതായത് 13,600 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അല്ലേ. ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഇതല്ലേ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് വാട്ടർ അല്ലേ. വാട്ടർ എന്താണ് 1000 ആണ് അല്ലേ. എന്താ സംഭവിക്കുക ഇവിടെ ഈ 2 0 ക്യാൻസലായി. ദെൻ 136/10 ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുക, ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, 13 ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 13.6 എന്ന് കിട്ടും. ക്ലിയർ. ഇനി ഇതേപോലെ നിങ്ങൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണുകയാണെങ്കിൽ എന്താ ചെയ്യുക, വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണുകയാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക്. ഇപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ കാണണമെങ്കിൽ എന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ് വരിക, 1000 ആണ്, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അതെന്താണ് വാട്ടറാണ്, 1000 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക, 1 കിട്ടും. ക്ലിയർ അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോളാണ് കാണേണ്ടതെന്ന് ഇരിക്കട്ടെ. ഇപ്പം ഞാൻ ഇവിടെ പെട്രോളിൽ നിന്ന് സെക്കൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ ഈക്വൽ ടു എന്താണ് ഡെൻസിറ്റി ഓഫ് പെട്രോൾ ആണ് അല്ലേ. ഡെൻസിറ്റി റോ ഓഫ് പെട്രോൾ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അതെന്താണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ, റോ H2O. ക്ലിയർ അല്ലേ. പെട്രോൾ എത്രയാണ് ഇപ്പോൾ സേ 730 ആയിരിക്കും, അതിനെ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ എന്താ കിട്ടുക, 0.73 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മനസ്സിലായിരിക്കുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് 4 പ്രോപ്പർട്ടീസ്. സോ നിങ്ങൾ ഇതിൻ്റെ ഈ ലെക്ചറിൻ്റെ നോട്ട്സ് ഒന്ന് എടുത്തു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഒന്നുമില്ല, നമ്മൾ ഈ ഡെൻസിറ്റി കാണാനുള്ളത്, സ്പെസിഫിക് കാണാനുള്ളത്, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാനുള്ള പ്രോബ്ലം ഉണ്ട്, അത് സോൾവ് ചെയ്യാം. ഓക്കെ, സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ് ആൻഡ് സ്റ്റഡി വെൽ.